ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ് നമ്മുടെ ചേന മെഴുക്കുവരട്ടി. ചേന ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈ രീതിയിൽ തന്നെ ചെയ്യുക. ഉള്ളി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കിലോ ചേന ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട്. സവോള വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനിപ്പോൾ ഉള്ളി നന്നാക്കി എടുക്കാനുള്ള മടി കാരണം സവോള എടുത്തതാണ്. അപ്പോൾ ഉള്ളി ആണെങ്കിൽ ഒരു 15 ഉള്ളി എടുക്കാം കേട്ടോ. പിന്നെ 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് എടുക്കുന്നത് നിങ്ങളുടെ എരിവ് അനുസരിച്ച് എടുക്കുക. ഇല്ലെങ്കിൽ വറ്റൽമുളക് ചതച്ചതുണ്ടെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ എടുക്കുക. അതൊക്കെ ഞാൻ എൻ്റെ അളവിലാണ് പറയുന്നത്, നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഈ വറ്റൽമുളക് ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ്, മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. ഇനി വറ്റൽമുളക് വലിയ തരികളായിട്ട് ചതച്ചെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ വലിയ തരികളായിട്ടാണ് വറ്റൽമുളക് ചതച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നമുക്ക് ഉള്ളി അല്ലെങ്കിൽ സവോള ചേർക്കാം. ഉള്ളി ആണെങ്കിൽ 15 എണ്ണം, സവോള ആണെങ്കിൽ ഈ ഒരു വലിയ സവോളയുടെ അത്രയും. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ തീരെ ചെറുതായിട്ട് കട്ട് ചെയ്യരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞു പോരുത്. അതുകൊണ്ട് കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. നന്നായിട്ട് അരഞ്ഞു കിട്ടരുത്, ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടാനേ പാടുള്ളൂ. ആ രീതിയിലൊന്ന് പൾസ് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ നമ്മുടെ സവോളയും ഉള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്കൊരു പാൻ വെച്ചിട്ട് നമ്മുടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു മെഴുക്കുവരട്ടിയൊക്കെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ ആദ്യം ചേർത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ മിക്സിയിൽ കറക്കിയെടുത്തിരിക്കുന്ന ഉള്ളി, മുളക് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 3 തണ്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് ഒന്നുകൂടി ഇളക്കി ഈ മഞ്ഞൾപ്പൊടിയും ഒന്ന് ചൂടായി വരണം. എല്ലാം കുക്കായി വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ചേർക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേന ഉണ്ടല്ലോ, ഈ ചേനയാണ്. ചേനയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ചേന ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ വേഗം തന്നെ കുക്കായി കിട്ടും. വലുതായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുക്കറിലൊക്കെ കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ ആവിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കുക്ക് ചെയ്യേണ്ട, കുഴഞ്ഞു പോവാതെ കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ചേനയ്ക്ക് ആവശ്യമായ ഉപ്പ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ഫ്ലെയിമിൽ വെക്കണം. വെള്ളം വറ്റി പോകരുത്, ചേന കരിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ലോ ഫ്ലെയിമിൽ വെക്കുന്നത്. ചെറിയ ബർണറിലായിരിക്കണം, വലിയ ബർണറിൽ വെക്കരുത് കേട്ടോ. ഇതിനെല്ലാം ഒരുമിച്ചാക്കിയിട്ട് വച്ച് വയ്ക്കുക. ഉള്ളി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. സവോളയേക്കാൾ ടേസ്റ്റ് കൂടുതൽ ഉള്ളി ചേർക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഉള്ളി തന്നെ ചേർത്തിട്ട് ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചേന നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 7 മിനിറ്റായി. ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തു. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് നോക്കുക ചേന കട്ടാവുന്നുണ്ടോയെന്ന്. ചേന കട്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചേന കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അധിക സമയം അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് ഇനി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കുഴഞ്ഞ മെഴുക്കുവരട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനിയിപ്പോൾ ഞാൻ തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളല്ലേ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ.
ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. ഇതുപോലെ ചേന ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ഒരു ചേന മെഴുക്കുവരട്ടി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ വളരെ നല്ലൊരു മെഴുക്കുവരട്ടിയാണത്. അപ്പോൾ ചേന ചെറുതായിട്ട് കട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് 1 മിനിറ്റ് ഒന്ന് ഇട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആയി തുടങ്ങും. വീണ്ടും നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് 1 മിനിറ്റ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. നമുക്ക് എത്രത്തോളം ഡ്രൈ ആയിട്ട് വേണം മെഴുക്കുവരട്ടി എന്നുള്ളതനുസരിച്ച് നമ്മൾ കൂടുതൽ സമയം സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഈസി മെഴുക്കുവരട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോയിട്ട്, അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം, ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ ചേർത്ത് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം, ഒരു പപ്പടമൊക്കെ കൂടി ചേർത്ത് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.